ഗുരുതരമായ മനുഷ്യ അവകാശ ലംഘനമാണ് ജീമോൻ കല്ലുപുരയ്ക്കൽ കേസിൽ നടന്നത് എന്ന് ദേശീയ മനുഷ്യ അവകാശ സംഘടനയുടെ കേരള സംസ്ഥാന ലീഗൽ സെക്രട്ടറി ആർ നായർ പറയുന്നു. ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം പൂർണ്ണമായും നഷ്ടപ്പെട്ട ജീമോൻ കല്ലുപുരയ്ക്കലിന്റെ ആത്മഹത്യക്ക് തുല്യമായ ജീവിത അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരം പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണത്തിനു വേണ്ടി ഒരു സ്ത്രീ വ്യാജ പോക്സോ കേസിൽ ഒരു പുരുഷനെ കൊടുക്കുമ്പോൾ അവരറിയുന്നില്ല സത്യസന്ധനായ ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്നുവെന്ന്. അവർക്കറിയില്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൗരധർമ്മത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് സേനയ്ക്ക് കഴിയണം. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ മാസവും കൃത്യമായി ശമ്പളം കൊടുക്കുന്ന സർക്കാർ എന്തിനാണ് ഇത്തരം പോലീസുകാരെ സ്റ്റേഷനുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ജീമോന്റെ കേസിൽ കൃത്യമായ അന്വേഷണം നടത്താതെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെ പിരിച്ചുവിടണം. അതാണ് മാതൃക. സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നത് പെണ്ണാണോ ആണാണോ കള്ളനാണോ എന്ന തിരിച്ചറിവും വകതിരിവുമില്ലാത്ത പോലീസുകാർ എഴുതി നിറം പിടിപ്പിക്കുന്ന കഥകൾ അന്വേഷണമാണെന്ന വ്യാജേന കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജീമോന് എതിരെയുള്ള വ്യാജ പോക്സോ കേസ്. ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ 160 ദിവസം ജയിലിൽ കിടക്കുക, അതിന് ഉത്തരവാദികളായ പോലീസുകാരും വ്യാജ മാധ്യമ പ്രവർത്തകരും മാന്യന്മാരായി വിലസുക, ഇതെവിടുത്തെ നീതിയാണ്? അന്ധയായ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി പീഡന പരാതി കൊടുപ്പിച്ചവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചാർത്തുകയും നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യണം. കേസ് കൊടുത്ത പെൺകുട്ടിയും കേസ് അന്വേഷിച്ച പോലീസുകാരും കേരള സർക്കാരും വ്യാജ കേസ് കൊടുക്കാൻ കൂട്ടുനിന്നവർ ആരൊക്കെയാണോ അവർ എല്ലാവരും ചേർന്ന് ജീമോന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. അതിനാൽ 160 ദിവസം ജയിലിൽ കിടന്നതിന് ഇവർ തീർച്ചയായും ജീമോന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ജീമോന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ദേശീയ മനുഷ്യ അവകാശ സംഘടനയുടെ കേരള ലീഗൽ സെക്രട്ടറി ആർ നായർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുറ്റപത്രം പോലും വായിക്കാതെ കോടതി വെറുതെ വിട്ട ജീമോൻ കല്ലുപുരയ്ക്കലിനെ 100% കുറ്റവിമുക്തനാക്കിയപ്പോൾ വേണ്ട ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയിൽ ഒരിടത്തും പോക്സോ കേസിലെ പ്രതിയെ വെറുതെ വിട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ കള്ളക്കേസിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ ഈശ്വർ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറും പ്രസ് മീറ്റിൽ ജീമോന്റെ നിയമ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു.